ഈ അടുത്ത കാലത്തായി OTT-യിൽ പുറത്തിറങ്ങിയ ആശകളായിരം എന്ന ചിത്രം ഞാൻ കണ്ടു. ഒരു പക്ഷേ ഇത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ മോശമൊന്നും പറയുമായിരുന്നില്ല, പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നും പറയില്ല. ആൻഡ് ഇതുപോലുള്ള സിനിമകൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഒരു 30 വർഷം മുൻപുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് ഇപ്പൊ വർക്കൗട്ട് ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന്. തീർച്ചയായും ഒരു 90s-ലോ അല്ലെങ്കിൽ 2000-ന്റെ തുടക്കത്തിലോ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ഇതിലും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയേനെ. ഇനി കാളിദാസ് ജയറാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും സ്വന്തമാക്കിയ ഒരു നടൻ. അപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, എന്റെ വീട്, അപ്പുവിന്റെയും എന്നീ സിനിമകൾക്ക് ശേഷം വർഷങ്ങൾക്കിപ്പുറം ഇദ്ദേഹത്തെ പിന്നീട് കാണുന്നത് ഒരു ഡയറി മിൽക്ക് ആഡിലാണ്. നിങ്ങളിൽ എത്ര പേർ ആ പരസ്യം ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. ആ ആഡിൽ ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിരുന്നത് പിൽക്കാലത്ത് ബോളിവുഡിൽ ഫേമസ് ആയ ദിശ പട്ടാനി. അങ്ങനെ ഇതും കഴിഞ്ഞ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ആക്ടറുടെ മകനായ ഇദ്ദേഹത്തെ ആസ് എ ലീഡിംഗ് ആക്ടർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അതൊരു മലയാള സിനിമയായിരുന്നില്ല, മറിച്ച് അതൊരു തമിഴ് സിനിമയായിരുന്നു. മീൻകുഴമ്പും മൺപാനയും എന്നൊരു ചിത്രം. മകന്റെ അരങ്ങേറ്റം 4 ആൾ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ടാവണം കമൽഹാസന്റെ ക്യാമിയോ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു പടത്തിൽ. എന്നാൽ ഈ ചിത്രം ഇറങ്ങിയ അതേ വർഷം 2016-ൽ ഇദ്ദേഹത്തിന്റെ ഒരു മലയാള സിനിമയുടെയും പോസ്റ്ററുകളും പാട്ടുകളും ഒക്കെ റിലീസായിരുന്നു. ചിത്രത്തിന്റെ പേര് പൂമരം. കാര്യം ആ സിനിമ പിന്നീട് 2 വർഷങ്ങൾക്കിപ്പുറം 2018-ലാണ് റിലീസായതെങ്കിലും പാട്ടുകളൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ ഹിറ്റായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതിലെ ഞാനും എന്റെ ഒരാളും എന്ന സോങ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഇൻസ്റ്റന്റ് ഹിറ്റായിരുന്നു. ആക്ഷൻ ഹീറോ ബിജു പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകിയ അബ്രിഡ് ഷെയ്ൻ ആയിരുന്നു ആ സിനിമയുടെ സംവിധാനം. പക്ഷെ എന്തുകൊണ്ടൊക്കെ ആ സിനിമ ഡിലേ ആയിപ്പോയി. ആൻഡ് ഇറങ്ങിയ സമയത്ത് അത് വലിയ വിജയമായതായും എന്റെ അറിവിലില്ല. പിന്നെ ഇതിലെ പാട്ടിനെ കുറിച്ച് ഒരു കാര്യം കൂടി, ഞാൻ വളരെ കാലങ്ങൾ കഴിഞ്ഞാണ് ഈ സിനിമയിലെ നേരമായി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് കേൾക്കുന്നത്. അതിന്റെ ഫീമെയിൽ വെർഷൻ പാടിയിരിക്കുന്നത് ശ്രേയ ഘോഷാൽ, മെയിൽ വെർഷൻ കാർത്തിക് ആണെന്ന് തോന്നുന്നു. ഗംഭീര പാട്ടാണ്. ആരെങ്കിലും കേൾക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക. അങ്ങനെ ഇദ്ദേഹത്തിന്റെ തമിഴിലെയും മലയാളത്തിലെയും അരങ്ങേറ്റത്തിനു ശേഷം ഇതുവരെ 15ഓളം സിനിമകൾ ഇദ്ദേഹം 2 ഭാഷകളിലുമായി ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒന്ന് വിക്രം സിനിമയിലെ പ്രപഞ്ചൻ, മറ്റൊരു തമിഴ് സിനിമയായ പാവക്കഥകൾ എന്ന ആന്തോളജി ഫിലിമിലെ തങ്കം എന്ന സെഗ്മെന്റിലെ സത്താർ എന്ന കഥാപാത്രം. അപ്പോൾ ഇവ രണ്ടുമല്ലാതെ 10 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റു വർക്കുകൾ എന്റെ അറിവിലില്ല. എന്നാൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച മറ്റേതെങ്കിലും കഥാപാത്രം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതാണ്ട് ഗോകുൽ സുരേഷിന്റെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റേതും. സംതിങ് ഇസ് നോട്ട് ക്ലിക്കിംഗ് ഫോർ ഹിം. ജീത്തു ജോസഫിന്റെ പടം, മിഥുൻ മാനുവൽ തോമസിന്റെ പടം, സന്തോഷ് ശിവന്റെ പടം, ജൂഡ് ആന്റണി ജോസഫ് എഴുതിയ പടം, അങ്ങനെ പല പ്രമുഖരോടൊത്തും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. 10 വർഷത്തോളമുള്ള എക്സ്പീരിയൻസും 15 മേലെ സിനിമകളുമുണ്ട്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്തൊരു പടം ഇറങ്ങി കാണണം എന്നുള്ള ആ ഒരു ഹൈപ്പ് എന്തുകൊണ്ടോ അങ്ങനെ ഒന്നും ഇദ്ദേഹത്തിന് ഇതുവരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. സോ അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ബട്ട് സ്റ്റിൽ സിനിമയാണ്, തിങ്സ് ക്യാൻ ചേഞ്ച് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.